വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു നേഴ്സാണ്. ഞാൻ UK-ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു കുഞ്ഞ് ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര വലിയ ഇൻഫർമേഷനൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പോക്കറ്റ് ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ്. സോ ഞാൻ ആദ്യമായിട്ട് UK വരുന്ന സമയത്ത് ആരോടും ഞാൻ സംശയം ചോദിച്ചില്ല, ഇത് വേണോ വേണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. എനിക്ക് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോക്കറ്റ് ആർട്ടിക്കിൾസ് എല്ലാം കുറച്ചും കൂടെ പുതിയതാക്കിയിട്ട് ഇങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ അത് ഞാൻ കൊണ്ടുവന്നതിൽ പല സാധനങ്ങളും ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം റീസെൻ്റ്ലി നാട്ടിൽ നിന്ന് കുറച്ച് NHS-ലോട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന കുറച്ച് കുട്ടികളിങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഓക്കെ വെറുതെ എന്തിനാ അവരും കൂടെ കൊണ്ടുവന്ന് വെറുതെ മിസ്റ്റേക്ക് വേണ്ടാന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് നമ്മുടെ പൗച്ചാണ്. പൗച്ചിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വാർഡിലൊക്കെ നഴ്സിംഗ് സ്റ്റുഡൻസ് വരാറുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ യൂണിഫോമിനൊക്കെ ഒത്തിരി പോക്കറ്റ്സും കമ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഇരുന്നോളും. അപ്പോൾ നമ്മൾ വേറെ പൗച്ചിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അതാണ് ഫസ്റ്റ് കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസറാണ്. ഇറേസർ എല്ലാവരുടെയും പോക്കറ്റ് ആർട്ടിക്കിൾ ഉള്ള ഒരു സാധനമാണെന്ന് തന്നെ എനിക്ക് വലിയ ഡൗട്ടുണ്ട്. കാര്യം പക്ഷേ എനിക്ക് അതുണ്ടായിരുന്നു. കാര്യം നമുക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പോക്കറ്റ് ആർട്ടിക്കിൾസ് എല്ലാം ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന കൂടത്തിൽ ഒരിക്കൽ എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു. എനിക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട്. 50 രൂപയാണ് കിട്ടിയത്. ഇറേസറിന് പോലും അത്രയും പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പണിഷ്മെൻ്റ് ആയിട്ട് അത് കിട്ടിയതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇറേസർ. അതുപോലെ പെൻസിൽ, ഷാർപ്നർ, പിന്നെ വൈറ്റ്നർ. ഈ സാധനങ്ങളൊന്നും തന്നെ നമ്മൾ പോക്കറ്റ് ആർട്ടിക്കിളായിട്ട് കരുതേണ്ട ആവശ്യമില്ല. കാര്യം പണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കറക്ഷൻസും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് കളയാനൊന്നും പാടില്ല. സോ അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്യാൻ നമ്മുടെ സിഗ്നേച്ചർ ഇടുക, വീണ്ടും അത് എഴുതുക, അത്രയാണുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റേപ്ലർ, അതിൻ്റെ പിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് വൺസ് നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ യൂസ് ചെയ്തില്ല. കാരണം ഇതൊക്കെ ജനറൽ ഇൻവെൻട്രിയിൽ വരുന്ന സാധനങ്ങളായിരുന്നു നാട്ടിൽ. നമ്മുടെ സ്റ്റേപ്ലർ, പിന്നെ പഞ്ചിങ് മെഷീൻ, സ്കെയിൽ, പിന്നെ സെല്ലോ ടേപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ പേഴ്സണൽ യൂസിനായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്തൊരു പ്രധാനിയാണ് നമ്മൾ മെയിൻ സാധനങ്ങളിലേക്ക് വരുന്നത്. അതിൽ ഒന്നാമത്തെ സാധനമാണ് സ്റ്റെതസ്കോപ്പ്. നാട്ടിൽ നമ്മുടെ സ്റ്റെതസ്കോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മുടെ ഒരു പോക്കറ്റ് ആർട്ടിക്കിൾ ഒരു സംഭവം തന്നെയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കോളേജിൽ ക്ലിനിക്കൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് സ്റ്റെതസ്കോപ്പും തെർമോമീറ്ററൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നഴ്സസ് സ്റ്റെതസ്കോപ്പ് UK NHS അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേനകളാണ്. ഏതൊക്കെ കളർ പേന കൊണ്ടുവരണം, എല്ലാ കളർ പേനയുടെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പേന ഇവിടെ എങ്ങനെയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ മാത്രമാണ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ കറുപ്പ്, നീല, ചുവപ്പ്, പച്ച എല്ലാം കുറേ മേടിച്ചിട്ട് വന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ യൂസ് വന്നില്ല. ഞാൻ OSCE എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിലെല്ലാ കളർ പേനയും ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. ബ്ലഡ് റിലേറ്റഡ് മാലിഗ്നൻസീസ് ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം എനിക്ക് അവിടെ സത്യത്തിൽ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതായിരിക്കില്ല കേസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അവരിപ്പോഴും ICU ഷീറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി ചിലപ്പോൾ അവർക്ക് വേണ്ടി വരുന്നുണ്ടായിരിക്കും. സോ അതിപ്പം നമ്മൾ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് ചോദിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഹൈലൈറ്റേഴ്സ് കൊണ്ടുവരാൻ കാര്യം നമ്മൾ ഹാൻഡ് ഓവറൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യം വരാറുണ്ട്. അല്ലാണ്ട് ഒരുപാട് അധികം പേന വേണ്ട. പിന്നെ ചില ട്രസ്റ്റുകളിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ട്രസ്റ്റിൽ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്ക് ബ്ലാക്ക് പേനയാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെയിം ട്രസ്റ്റിൽ തന്നെ വേറെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ആ ഒരു ഫെസിലിറ്റി ഇല്ല. സോ നമ്മൾ കുറച്ച് പേന കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെൻ ടോർച്ച്. അപ്പം നാട്ടിലായിരുന്ന സമയത്ത് പെൻ ടോർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും കുഞ്ഞു പേനയല്ല, ടോർച്ച് കടയിൽ കിട്ടുന്ന ഏതാണോ അതാണ് നമ്മൾ. കാരണം നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പൗച്ചിൽ ഒതുങ്ങണം. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതല്ല ഇവിടുത്തെ പെൻ ടോർച്ച്. അത് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ഇതിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എനിക്ക് ഇവിടുന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. അത് എനിക്ക് ഒരെണ്ണം മേടിച്ചിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ നമ്മുടെ പ്യൂപ്പിൾസിൻ്റെ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്യൂപ്പിൾ സൈസ് നോക്കുന്ന സമയത്ത് ലൈറ്റ് അടിക്കും, സെയിം ടൈം നമുക്ക് സൈസും കാണാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടോർച്ച് കൊണ്ടുവരേണ്ട, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പറ്റുമായിരിക്കും, പക്ഷേ അതല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ കട്ടർ. ഓക്കെ, നെയിൽ കട്ടർ എന്ന് പറയുമ്പോൾ നാട്ടിൽ നമുക്ക് നെയിൽ കെയർ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, നമുക്ക് അത്രയും വയ്യാത്ത പേഷ്യൻസിനൊക്കെ കെയർ ചെയ്യണം. ബട്ട്
ഇവിടെ അങ്ങനെ ഒന്നുകിൽ നമുക്ക് റീയൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള നെയിൽ കട്ടേഴ്സ് ആണുള്ളത്. ഒരു കുഞ്ഞ് പൗച്ചിൽ ഒരു കുഞ്ഞ് മാനിക്യൂർ സെറ്റൊക്കെ പോലെ വരും. അതിൽ നെയിൽ കട്ടറും പിന്നെ നെയിൽ ഫൈലറും പിന്നെ ഒരു സാധനം കൂടെ എന്തോ ഉണ്ട്, ഓക്കെ അത് വിട്ടുപോയി. അപ്പോൾ ആ സാധനങ്ങളെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു കിറ്റാണ്. അപ്പം നമ്മളത് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് നമുക്കത് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മളായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. അത് ചീപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. ചീപ്പൊന്നും പണ്ട് നമ്മൾ പോക്കറ്റ് ആർട്ടിക്കിളില്ല, പക്ഷേ അതൊക്കെ NHS ഇവിടെ സപ്ലൈ ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇഞ്ചി ടേപ്പ് ഞാൻ നടന്ന് കൊണ്ടുവന്നതാണ്. കാര്യം നമ്മളിങ്ങനെ അബ്ഡോമിനൽ ഗർത്തും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി ടേപ്പ് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ അതും ഞാൻ ഈ നേരത്തെ പേനയുടെ കാര്യം പറഞ്ഞ പോലെ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഡിഫറൻ്റ് ആയിരിക്കും. കാര്യം പ്രത്യേകിച്ച് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ അബ്ഡോമിനൽ ഗർത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കുന്ന ചില വാർഡുകളിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ വാർഡിൽ എനിക്കങ്ങനെ അധികം ആവശ്യമില്ല, ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ചിലപ്പോൾ നമുക്ക് സ്വെല്ലിങ് അല്ലെങ്കിൽ എന്തെങ്കിലും എഡിമയൊക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അതിന് നമുക്കൊരു പേപ്പർ ടൈപ്പ് ഓഫ് ഒരു സ്കെയിലുണ്ട്, അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചി ടേപ്പിൻ്റെ ആവശ്യം ഇല്ല. ഇനിയിപ്പോൾ ഇഞ്ചി ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് റീയൂസബിൾ ആയിരിക്കും വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെന്നാണ് എനിക്കൊരു തോന്നുന്നത്. കാര്യം ബാക്കി എല്ലാ കാര്യങ്ങളും അവർ മിക്ക സാധനങ്ങളും തന്നെ ഡിസ്പോസിബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് സാധനങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത സാധനം ടൂർണിക്കയാണ്. ടൂർണിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെ കെട്ടുന്ന സാധനമില്ല. അതാണ് നാട്ടിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പോക്കറ്റ് ആർട്ടിക്കിൾ ആ ഒരു സാധനം ഇല്ല, പക്ഷേ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ടൂർണിക്ക. അപ്പം ഇത് നാട്ടിലിങ്ങനെ നമുക്ക് ക്ലിക്ക് കേൾക്കുന്നൊരു സാധനം ആയിരുന്നു പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഉള്ളത് ഒരു ഇലാസ്റ്റിക് കൈൻഡ് ഓഫ് ആണ്. നമുക്കിവിടെ കാനുലേഷൻ പാക്കേജ് ഒക്കെ ഉണ്ട്. നമ്മൾ പേഷ്യൻ്റ് ഇപ്പോൾ ക്യാനുല ഇടാൻ പോവുകയാണെങ്കിൽ അതിൽ ക്യാനുലയും പിന്നെ ഫ്ലഷും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ക്ലീനിങ് സ്വാബും ഉണ്ടാവില്ല, ബാക്കിയുള്ള സാധനങ്ങളും അടങ്ങിയൊരു കിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഓൾറെഡി ഈ ടൂർണിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതും സിംഗിൾ യൂസ് ആണ്. ഓക്കെ, അതും അപ്പം നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയാൻ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ വന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ആവും എന്താ പറയുക പാടുണ്ടായിരുന്നൊരു സാധനമായിരുന്നു കത്രിക. കാര്യം വേറൊന്നുമല്ല, നമുക്ക് കത്രിക കൊണ്ടുവരാം, ഫാൻസി ടൈപ്പ് ഒരെണ്ണം നമുക്ക് വെച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ കത്രിക NHS പ്രൊവൈഡ് ചെയ്യും, അത് സിംഗിൾ യൂസാണ്. അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആകത്തില്ലായിരുന്നു. കാര്യം ഇപ്പോൾ ഒരു ടൂർണിക്കേക്ക് എന്നൊക്കെ പറഞ്ഞൊരു പ്ലാസ്റ്റിക് സാധനമാണ്. അത് ഡിസ്പോസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ഷാർപ്പായിട്ടുള്ളൊരു സാധനം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയുന്നത്. അതെനിക്ക് ഭയങ്കര എനിക്കെന്നല്ല, എനിക്കൊന്ന് ഒട്ടുമിക്ക നാട്ടിൽ നിന്നവർക്കും കുറച്ച് ആദ്യം ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നിരിക്കാം. എനിക്കങ്ങനെ ആയിരുന്നു. കാര്യം ഒറ്റ യൂസ് കഴിഞ്ഞ് നമ്മളത് ഷാർബിന്നിൽ ഡിസ്പോസ് ചെയ്യാണ്. അത് ഭയങ്കര വേസ്റ്റ് ജനറേഷനും എക്കണോമിക്കലി ഒക്കെ ഭയങ്കര ഇതല്ലേ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യൂസ് ടു ആയി. സോ കത്രിക നമ്മുടെ ഇപ്പോൾ പേഷ്യൻ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് തന്നെയാണ്. കാരണം നാട്ടിലും നമ്മളിങ്ങനെ സ്റ്റെറൈൽ പ്രൊസീജിയേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ ആ സിംഗിൾ യൂസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ സാധനങ്ങളൊന്നും നമ്മളങ്ങനെ കൊണ്ടുവരേണ്ടതായിട്ട് ഇല്ല. വെറുതെ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് എല്ലാം ഇത്രയും സാധനങ്ങളാണ് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കൊണ്ടുവന്നിട്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. അത് ആണ് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യുന്നത്. ഇനി അല്ല നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റുകാരാണ് ഇതിൽ കൂടുതൽ സാധനങ്ങൾ വല്ല ഉപയോഗിക്കുന്നുണ്ടോ, അതായത് അവരായിട്ട് കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ NHS പ്രൊവൈഡ് ചെയ്യാതെയെന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഇതിൽ പെടാത്ത ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ അറിയിക്കണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.